ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബില്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച് ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 383 പോയിന്റ് താഴ്ന്നു. നിഫ്റ്റി 22,150 താഴെ വ്യാപാരം അവസാനിപ്പിച്ചു. IT മെറ്റൽ ഓഹരികളിൽ നഷ്ടം. ലെൻഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തയ്യാറെടുത്ത് പേടിഎം. പ്രവർത്തനങ്ങൾ അടുത്ത മാസം ആദ്യവാരം പുനരാരംഭിക്കും. പേടിഎം പേയ്മെന്റ് ബാങ്ക് ലിമിറ്റഡിന്റെ പ്രവർത്തനങ്ങളുമായി പ്ലാറ്റ്ഫോം ലിങ്ക് ചെയ്തിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ. ലയനത്തിനൊരുങ്ങി ഡിസ്റ്റിയും റിലയൻസിന്റെയും 61% ഓഹരികൾ റിലയൻസ് ഏറ്റെടുത്തെന്ന സൂചന. ലയനം ഈ ആഴ്ച പ്രഖ്യാപിച്ചേക്കും. സ്റ്റാർട്ടപ്പുകൾക്കുള്ള നിയന്ത്രണങ്ങളിൽ ഭേദഗതി വരുത്താനൊരുങ്ങി കേന്ദ്രം. ലിസ്റ്റ് ചെയ്യാത്ത വലിയ സ്റ്റാർട്ടപ്പുകളുടെ സൂക്ഷ്മ പരിശോധന നടത്തും. നിയന്ത്രണ ചട്ടക്കൂടിന് അന്തിമ രൂപം നൽകാൻ വീണ്ടും യോഗം ചേരാൻ സാധ്യത. ഇന്ത്യയിൽ ഇലക്ട്രിക് കാറുകളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് അന്താരാഷ്ട്ര കമ്പനികൾ. തീരുവ 2 വർഷത്തേക്ക് കുറയ്ക്കാൻ അഭ്യർത്ഥിച്ച് ടെസ്ലയും വിൻഫാസ്റ്റും. അടുത്ത വർഷം പകുതിയോടെ വിൻഫാസ്റ്റ് തമിഴ്നാട്ടിൽ ഫാക്ടറി തുറക്കും. ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. നെഗറ്റീവ് ആഗോള സൂചനകളുടെയൊക്കെ ഒരു പ്രതിഫലനം ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിലും പ്രകടമായിരുന്നു എന്ന് തന്നെ പറയാം. വലിയൊരു വിൽപ്പന സമ്മർദ്ദം കാരണം വിപണി ഇന്ന് നഷ്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. IT, ലോഹം എന്നീ മേഖലകളിൽ ഏകദേശം 1% നഷ്ടം ഇന്ന് പ്രകടമായിരുന്നു. മീഡിയ ഓഹരികളിൽ എന്നാൽ ഒരുപക്ഷെ ഒരു നേരിയ നേട്ടം ഉണ്ടായെന്ന് തന്നെ പറയാം. ഏഷ്യൻ പെയിന്റ്സ്, എയർടെൽ ഓഹരികളിലാണ് വൻ നഷ്ടമുണ്ടായത്. സെക്ടറുകളിൽ നിഫ്റ്റി ഓട്ടോ മാത്രമാണ് സൂചികളിൽ ഒരു നേട്ടമുണ്ടാക്കിയെന്ന് പറയാം. ഏഷ്യൻ പെയിന്റ്സിലൊക്കെ തന്നെ ഏകദേശം 4% നഷ്ടമാണ് ഇന്നുണ്ടായത്. നമുക്കിനി സൂചികളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി ഇന്ന് 90 പോയിന്റ് ഇടിവിൽ 22,122 പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്തത് 22,169 വ്യാപാരം ആരംഭിച്ചതെങ്കിൽ ഇന്ന് ഏറ്റവും ലോവസ്റ്റ് പോയിന്റായി 22,075 കടന്ന് നിലവിൽ 22,122 പോയിന്റിലാണ് നിഫ്റ്റി 50യിൽ ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. വലിയൊരു വിൽപ്പന സമ്മർദ്ദം ബാങ്കിംഗ്, IT ഓഹരികളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പ്രകടമാണ്. ഇനി നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ 235 പോയിന്റ് ഇടിവിൽ 46,576 നിഫ്റ്റി ബാങ്കിലും ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിൽ വ്യാപാരത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് സൂചന ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവിടെയും ഒരു വിൽപ്പന സമ്മർദ്ദം പ്രകടമായിരുന്നു. 57 പോയിന്റ് ഇടിവിൽ 20,619 പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും വ്യാപാരം ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഈ ഒരു വിൽപ്പന സമ്മർദ്ദം വളരെയധികം പ്രകടമായിരുന്നു എന്ന് തന്നെ നമുക്ക് വീണ്ടും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 352 പോയിന്റ് ഇടിവിൽ 72,790 പോയിന്റിലാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയൊക്കെ തന്നെ വലിയ റെക്കോർഡ് പിന്നിട്ട ഓഹരി വിപണിയായിരുന്നു. പക്ഷേ ഈ ആഴ്ചയുടെ ആദ്യ ദിനം തന്നെ ഒരു വിൽപ്പന സമ്മർദ്ദം വിപണിയിൽ പ്രകടമായിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലൊരു ലാഭമെടുക്കലിൻ്റെയൊക്കെ ഒരു സൂചനയാണോ ഇതെന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ് DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ്. ഗുഡ് ഈവനിംഗ് ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് ഒരു നെഗറ്റീവ് നോട്ടിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയൊരു കൺസോൾട്ടേഷനുള്ള ഒരു സാധ്യതയാണോ ഇത്? മാർക്കറ്റ് ഇന്ന് നമ്മൾ കാലത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ആണ് ഇന്ന് ഉണ്ടായേക്കുന്നത്. ഹൈ 22,200 വരെ വന്നു, ലോ 22,075 വന്നു. ഇത് രണ്ടും കാലത്ത്, അതായത് ഉച്ചയ്ക്ക് മുമ്പ് വന്ന ലെവലുകളാണ്. അതിനുശേഷം ഈ 125 പോയിന്റിന്റെ ഉള്ളിലുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. ഇതൊരു കൺസോൾട്ടേഷൻ ഫേസിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. വരുന്ന ദിവസങ്ങളിലും ഇതുപോലെ തന്നെ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ട് നിൽക്കാനുള്ള സാധ്യതകളാണ് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ളത്. മാത്രമല്ല ഈ വ്യാഴാഴ്ച നിഫ്റ്റി മന്ത്ലി ഫ്യൂച്ചേഴ്സിൻ്റെ ക്ലോസിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടും പൊസിഷൻ ഉള്ളവരുടെ സ്ക്വയർ ഓഫും കാര്യങ്ങളും ഒക്കെ ഈ വ്യാഴാഴ്ചയ്ക്കുള്ളിൽ നടക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളും ഈ മാർക്കറ്റിനെ റേഞ്ച് ബൗണ്ടായിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, മാർക്കറ്റ് ഇന്ന് 90 പോയിന്റ് നിഫ്റ്റി താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നതെങ്കിൽ പോലും പല ഷെയറുകളും ഇന്ന് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പോളിസി ബസാർ 7% ഉയർന്നു, പേടിഎം 5% ഉയർന്നു, LNT 2.5% ഉയർന്നു, അതുപോലെ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് 4% ഉയർന്നു. അദാനിയുടെ സ്റ്റോക്കുകളെല്ലാം ഇന്ന് ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അദാനി എനർജി 8%, അദാനി പവർ, അദാനി ഗ്രീൻ, അദാനി വിൽമർ എല്ലാം 2% വീതം ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് മാർക്കറ്റിനെ സംബന്ധിച്ചോളം ചില സ്ക്രിപ്പുകൾ താഴെ പോയെങ്കിലും, പ്രധാനമായിട്ട് IT, സ്റ്റീലൊക്കെ താഴെ പോയെങ്കിലും മറ്റ് പല സെക്ടറുകളിലും പോസിറ്റീവായിട്ട് ഇൻഡിവിജ്വൽ സ്ക്രിപ്പുകൾ മൂവ് ചെയ്യുന്നുണ്ട്.
നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ ഇന്ന് അതിഥിയായി എത്തിയത്. ഇനി 4ാം പാത US ഇന്ത്യ GDP ഡേറ്റകളൊക്കെ പുറത്തു വരാനിരിക്കുന്നു. മാനുഫാക്ചറിംഗ് ഡേറ്റ, IPO അങ്ങനെ നിരവധി ഘടകങ്ങളും ഈ ആഴ്ച വിപണിയെ സ്വാധീനിച്ചേക്കാവുന്ന ഘടകങ്ങളാണ്. എന്തായാലും വിപണിയിൽ നിക്ഷേപകർ ഉറ്റുനോക്കി തന്നെ കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മാർക്കറ്റ് വ്യൂവിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നാളെ രാവിലെ 9:45 കാണാം. ഇന്ന് സംഭവിച്ചതുമായി KR ഗോപികൃഷ്ണൻ തുടരും.